നമസ്കാരം. ACV സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ എന്നത്തെയും പോലെ മറ്റൊരു സൺഡേ ACV സ്വർണ്ണവർഷം എത്തിയിരിക്കുകയാണ്. സ്വർണ്ണവർഷം എന്താണെന്നറിയാലോ, സ്വർണം സമ്മാനമായിട്ട് തരുന്ന ഒരു പ്രോഗ്രാമാണ്. സ്വർണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കയറിയതും അല്ലേ, സ്വർണ്ണമാണ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ശരിക്കും സ്വർണ്ണമാണ് നമ്മൾ സമ്മാനമായിട്ട് തരുന്നത്. അതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഈ കാണുന്ന നമ്പേഴ്സ് ഉണ്ടോ, 11 to 70. ഈ 11 to 70 വരെയുള്ളൊരു നമ്പേഴ്സിൽ ഒരു നമ്പർ നിങ്ങൾ ഫോൺ വിളിച്ച് എന്നോട് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് സ്വർണ്ണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. യെസ്, അതായത് ഇവിടെ മൾട്ടിപ്പിൾ ബോക്സുകളിൽ ഞങ്ങൾ സ്വർണ്ണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോളിലൂടെ മാത്രമല്ല വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. വാട്സപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. ഒരൊറ്റ തവണ മാത്രം അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കോളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കോളിലൂടെയാണ്. വാട്സപ്പ് ഏറ്റവും ലാസ്റ്റ് മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യാറുള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? ശോഭ. ശോഭ, എവിടെന്നാ വിളിക്കുന്നത് ശോഭ? നാവായിക്കുളം, തിരുവനന്തപുരം ജില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ശോഭ? വീട്ടില് ഹസ്ബൻഡും 2 മക്കളും. ആഹാ, എന്താ ചെയ്യുന്നേ ശോഭ? വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ? ഇല്ല, വീട്ടമ്മയാണ്. മക്കളൊക്കെയോ? മക്കള് മൂത്തവൻ ഗൾഫില് വന്ന് ഇപ്പൊ ലീവില് വന്ന്, ഇളയവൻ ഏവിയേഷന് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാരും ഉണ്ട് വീട്ടിൽ ഇന്നല്ലേ? എല്ലാരും ഉണ്ട്. ഓഹോ, അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ വീട്ടില്? ഇന്ന് സ്പെഷ്യലായിട്ട് ഇന്ന് ചിക്കൻ മേടിച്ചു. ഓക്കെ ഓക്കെ, അടിപൊളി. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. നേരത്തെ കഴിഞ്ഞു. എല്ലാ ദിവസവും ഇത് വിളിക്കാനായിട്ട് കാത്തിരിക്കും. അടിപൊളി. ഏതാണ് നമ്പർ? നമ്പർ 17. 17 അല്ലേ? ഓക്കെ, 17 നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഗോൾഡ് ഉണ്ടോന്നേ. ഓക്കെ, സോ 17 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. സാരമില്ല. കിട്ടിയിട്ടുണ്ട്. അതെ, അടിപൊളി. ഇനിയും വിളിക്കണം കേട്ടോ. കിട്ടിയിട്ടുണ്ട്. ആഹാ, അടിപൊളി. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനിയും വിളിക്കുക. താങ്ക് യു. ഇനിയും വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളറിന് ഗോൾഡ് കിട്ടിയിട്ടില്ല. ശോഭ ചേച്ചിയാണ് വിളിച്ചത്. സാരമില്ല, 17 ഗോൾഡ് ഇല്ലായിരുന്നു. ഗോൾഡ് ഉള്ള നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അതിനിപ്പോൾ ആരാണ് വിളിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല. ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടേയിരിക്കും. ഒരു 1 അവറിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ഹലോ ഹലോ. ഹായ്, ഇതാരാണ്? അനില, എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. അനില, ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. അനിലയുടെ വീട്ടിൽ ആരൊക്കെയുള്ളത്? ഞാൻ, ഭർത്താവ്, മോന്റെ ഭാര്യ, കൊച്ച്. ആഹാ, കുഞ്ഞ് എത്രയായി? കുഞ്ഞ് 4 വയസ്സായി. എല്ലാരും ഉണ്ടോ വീട്ടില്? 4 വയസ്സായി. എല്ലാരും ഉണ്ടോ വീട്ടില്? അതിന്റെ അവര് ടൂർ പോയേക്കാണ്. എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. ഓ, എവിടെയാ ടൂർ പോയത്? അവര് തിരുവനന്തപുരത്ത്, കന്യാകുമാരിയില്. ഓക്കേ, അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി? ഒരു 44. 44 അല്ലേ? മോന്റെ പേരെന്താണ്? എന്താ മോന്റെ പേരെന്താണ്? മോന്റെ പേര് അഖിൽ. അഖിലിന് ഹാപ്പി ബർത്ത്ഡേ വിഷയാണ്. ഹാപ്പി ബർത്ത്ഡേ അഖിൽ. ഓക്കെ, അഖിലിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. നമ്പർ ഏതായിരുന്നു ഒന്നുകൂടെ പറയോ? 44. 44. ഓക്കെ, 44 ഓപ്പൺ ആക്കി നോക്കാം. ലെറ്റ്സ് സീ 44ൽ സ്വർണ്ണമുണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ ചേച്ചി. കിട്ടിയിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു. ബൈ. അപ്പോൾ ചേച്ചിക്കും സ്വർണം കിട്ടിയിട്ടുള്ള ആളാണ്. ഇതിന് മുന്നേ വിളിച്ച ചേച്ചിക്കും ഈ 2 ചേച്ചിമാർക്കും ഗോൾഡ് കിട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്കറിയാം ഇന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം കിട്ടും എന്നുള്ളൊരു ഹോപ്പ് ഉറപ്പായിട്ടുള്ള ആൾക്കാരാണ്. ഇനിയും വിളിക്കുക, ഇനിയും പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ട്രൈ ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഗോൾഡ് കിട്ടിയെന്നിരിക്കും. അങ്ങനെ ഫസ്റ്റ് ടൈം കിട്ടിയവർ ഒരുപാട് പേരുണ്ട്. അല്ല, ഇപ്പോൾ ഒരു 2-3 തവണയ്ക്ക് ശേഷം കിട്ടുന്നവരും ഉണ്ട്. അതൊക്കെ നമ്മുടെ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു ടൈമിൻ്റെയൊക്കെ ഭാഗ്യമാണെന്ന് പറയാം അല്ലേ? എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ ഹായ്, ഇതാരാണ്? ഏഞ്ചൽ. എവിടുന്നാ വിളിക്കുന്ന ഏഞ്ചൽ? പത്തനംതിട്ട കുമ്മനാട് അല്ലേ? ഓക്കെ, എന്താ ചെയ്യുന്ന ഏഞ്ചൽ? പഠിക്കുവാണ്. എന്താ പഠിക്കുന്നേ? 6ാം ക്ലാസ്സിലാണ് ഏഞ്ചൽ പഠിക്കുന്നത്. ഓക്കെ, സിബ്ലിങ്സ് ഉണ്ടോ ഏഞ്ചലിന്? അനിയനോ, അനിയത്തിയോ, ചേട്ടനോ, ചേച്ചിയോ? ഇല്ല, ഒരാളേ ഉള്ളല്ലേ? അപ്പൊ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ എന്താ ചെയ്യുന്നേ?
അത് എന്തെങ്കിലും ചെയ്യും. എന്തെങ്കിലും ചെയ്യും. ഏറ്റവും ഇഷ്ടമുള്ള ടൈം പാസ് എന്താണ്? പടം വരയ്ക്കുന്നതാണോ? കളിക്കാൻ പോകുന്ന ആടെ കൂടെ കളിക്കാൻ പോവും. താഴെ ഒരു കുട്ടിയുണ്ട്, അവളോടെ കളിക്കാൻ പോകും. അപ്പൊ ഫ്രണ്ട് ഉണ്ട്, നെയ്ബർ തന്നെ അല്ലേ? ഓക്കെ. ഏതാണ് നമ്പർ മോളെ? 22. 22 അല്ലേ? ഓക്കെ. 22 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കി കളയാം. ലെറ്റ്സ് സീ. 22 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല കേട്ടോ. താങ്ക് യു, ബൈ ബൈ. സോ 22ലും ഗോൾഡ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 നമ്പറാണ് ഓപ്പൺ ആക്കി. 22 ഓപ്പൺ ആക്കി, 17 ഓപ്പൺ ആക്കി, 44 ഓപ്പൺ ആക്കി. ഇതിൽ 3ലും ഇല്ലായിരുന്നു. കാരണം എന്താണ്? ദൂരം നമ്പേഴ്സ് അല്ല, 11 to 70 വരെയുള്ള നമ്പേഴ്സ് ഇങ്ങനെ കിടക്കുകയാണ്. അതിലെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല, നിങ്ങൾക്ക് ഒരു ക്ലൂ തരാൻ പോലും എനിക്ക് ഐഡിയ ഇല്ല എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. എന്തായാലും നമുക്ക് നോക്കാം ഏതിലാണ് ഇരിക്കുന്നത്, ആരാണ് വിൻ ചെയ്യാൻ പോണതെന്ന്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ആരാണിത്? ഇത് അനിതയാണ്, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയിൽ നിന്ന് അനിത അല്ലേ? എന്താ ചെയ്യുന്ന ചേച്ചി? അല്ല ഹൗസ് വൈഫാ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് 2 മക്കള്, ഞാനും. എല്ലാരും ഉണ്ടോ വീട്ടിൽ ഇന്ന്? ഇന്ന് മോനിന്ന് ഡ്യൂട്ടി ഉണ്ട്, പോയിരിക്കുന്നു. എന്താ ചെയ്യുന്നേ മോനൊക്കെ? മോൻ ഫിഷറീസ് ഡ്രൈവറായിട്ട് കയറി, മോള് സ്റ്റെനോ പഠിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി? നമ്പർ 67. 67. ലെറ്റ്സ് സീ. 67ൽ ഗോൾഡ് ഉണ്ടോ എന്ന്. എന്തായാലും 67 റോയില് ഒരു നമ്പർ പോലും ഓപ്പൺ ആക്കിയിട്ടില്ല ആരും. നമുക്ക് നോക്കാം. 67 അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു ചേച്ചി, ബൈ ബൈ. സോ ചേച്ചിക്കും കിട്ടിയിട്ടില്ല. എന്തായാലും ഇതുവരെ നമ്മൾ കുറച്ച് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, ഒരു 4 ബോക്സ് ഓപ്പൺ ആക്കിയല്ലേ. ഇനി ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ആക്കാനായിട്ട്. ഒപ്പം നിങ്ങൾ വാട്സപ്പിൽ അയക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. 8086011443 എന്ന നമ്പറിലോട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. ആ നമ്പറിൽ പേര്, സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. ഇത് നിങ്ങളിപ്പോൾ ഇവൻറ്റോ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു തവണ ട്രൈ ചെയ്യാം. ഒരൊറ്റ തവണ മാത്രമേ വാട്സപ്പിൽ അയക്കാവുള്ളൂ. ഒരുപാട് നമ്പേഴ്സ് വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഒരൊറ്റ തവണ മാത്രം അയക്കുക. എന്നിട്ട് മിണ്ടാണ്ടിരിക്കുക, ലാസ്റ്റ് വരെ നോക്കുക ആ ഇതിൽ കറക്റ്റാണോ നമ്മുടെ ഇത് എന്നുള്ള കാര്യം നോക്കുക. ചിലപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സമ്മാനം കിട്ടും. ഒരു 12:45 വരെ മാത്രമേ നിങ്ങൾക്ക് അയക്കാൻ പറ്റുള്ളൂ വാട്സപ്പിൽ. ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡ് തീരാറാകുമ്പോഴാണ് നമ്മൾ വാട്സപ്പിലെ വിന്നേഴ്സിനെ നോക്കുന്നത്. ഓക്കെ. സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ ഇതാരാണ്? ഹായ് ഇതാരാണ്? പാലക്കാട്ടെന്ന്. പേരെന്താണ്? ഉഷ. ഓക്കെ. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട്, ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉണ്ട്. നിങ്ങള് കൂട്ടുകുടുംബമാണോ? അതെ. അടിപൊളി. അപ്പൊ എത്ര പേരുണ്ട് മൊത്തം? ഇപ്പൊ ഇവിടെ ഇരിക്കാനുള്ള 4 പേരാണ്. 4 പേര്. ബാക്കിയുള്ളവരൊക്കെ പുറത്തുണ്ട്. TV കണ്ടോണ്ടിരിക്കുന്നുണ്ട് അല്ലേ 4 പേര്. ഓക്കെ. ഏതാണ് നമ്പർ സെലക്ട് ചെയ്തേ? 28. 28 അല്ലേ? ഓക്കെ. 28ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. നോക്കട്ടെ. 28 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും നമുക്ക് വിചാരിക്കാം. താങ്ക് യു, ബൈ ബൈ. ചേച്ചിക്കും കിട്ടിയിട്ടില്ല. ചേച്ചിയും വാട്സപ്പിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വാട്സപ്പിൽ ഒരു തവണ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും ഇത്ര അയക്കുക. 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. ആ നമ്പറിലോട്ട് കോൾ ചെയ്യരുത്, കിട്ടില്ല. വാട്സപ്പിൽ മാത്രമാണ് ആ നമ്പർ ഉള്ളത്. ഓക്കെ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹായ് ഇതാരാണ്? ഹലോ ഇതാരാണ്? കോഴിക്കോട് ജംഷീറ. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട് ജംഷീറ? എന്താ ചെയ്യുന്ന ജംഷീറ? ജംഷീറ ഓക്കെ. ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്?
14. 14 അല്ലേ? 14 നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ 14 ഗോൾഡ് ഉണ്ടോന്ന്. അയ്യോ ഇല്ലല്ലോ, സാരില്ല കേട്ടോ ജംഷീറ. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. താങ്ക് യു. ഓക്കെ, ജംഷീറയ്ക്കും കിട്ടിയിട്ടില്ല. ഇനി ആർക്കാണ് കിട്ടാൻ പോകുന്നത്? ആ ഒരു ഫസ്റ്റ് വിന്നറിനെ നമുക്കിങ്ങനെ കാണാൻ ഭയങ്കര ആഗ്രഹമല്ലേ എപ്പോഴും. എനിക്കങ്ങനെയാണ്, എപ്പോഴും ആ ഒരു ഫസ്റ്റ് വിന്നർ കിട്ടുന്നവരെ ടെൻഷനാണ്, ആർക്കാണ് ആദ്യം കിട്ടാൻ പോകുന്നതെന്ന്. പിന്നെ ഒരു വിന്നറല്ല കേട്ടോ, മൾട്ടിപ്പിൾ ബോക്സുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം. മേ ബി നിങ്ങളായിരിക്കും ആ വിന്നർ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? രാജി. രാജി എവിടെന്നാ വിളിക്കുന്നേ? തിരുപുറം. എന്താ ചെയ്യുന്നത് രാജി? ഹലോ രാജി എന്താ ചെയ്യുന്ന? വർക്ക് ചെയ്യാണോ? കേട്ടൂടോ? കേക്കുന്നില്ലേ? ഹലോ, കേക്കാവോ? ഇപ്പൊ കേക്കാവോ? ഹലോ ഹലോ രാജി, നമ്പർ പറഞ്ഞോ. കേക്കാം. 21 അല്ലേ? 21. ഓക്കെ, രാജി എന്താണ് ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഹലോ, കേൾക്കുന്നില്ല. എന്തായാലും രാജി പറഞ്ഞു 21 നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ലെറ്റ്സ് സീ 21ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. രാജിക്കും കിട്ടിയിട്ടില്ല, ഫോണിന് എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. അതായിരിക്കും നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത്. എന്തായാലും കുറച്ച് ബോക്സുകൾ നമ്മൾ തുറന്നു, സ്വർണം അതിലൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. എവിടെയാണ് അല്ലേ? ഒരു ട്രഷർ ഹണ്ട് പോലെ അല്ലേ? ശരിക്കും ട്രഷർ ഹണ്ട് എന്ന് പറയത്തില്ല, നമ്പർ വെച്ച് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഫൈനലി കണ്ടുമുട്ടുന്നു ആ സ്വർണത്തിനെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിക്കുക. നിങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾഡ് കണ്ടെത്തേണ്ട ആളുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിച്ചാൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്ത് കണ്ടെത്താനും പറ്റുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും പെട്ടെന്ന് വിളിക്കുക. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് നമുക്ക് പോവാം. ഹലോ ഹായ്, ഇതാരാണ്? അരുൺ. ഓക്കെ, അരുൺ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ചങ്ങനാശ്ശേരി. എന്താ ചെയ്യുന്ന അരുൺ? ഞാൻ ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയാ. ആഹാ, ഇന്ന് പോണ്ട? ഇന്ന് ഞായറാഴ്ച അവധിയാണ്. ശനിയാഴ്ച അവധിയാണോ? ഞായറാഴ്ച മാത്രമാണോ അവധി? ഞായറാഴ്ച മാത്രമേ അവധിയുള്ളൂ. ഞായറാഴ്ച മാത്രം അവധിയാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഞാൻ, അമ്മ, ഭാര്യ, കുഞ്ഞ് എത്രയായി? കുഞ്ഞിപ്പം 4 വയസ്സ്. അടുത്ത വർഷം സ്കൂളിൽ ചേർക്കും അല്ലേ? ഓക്കേ. അപ്പൊ ഈ അല്ലാണ്ട് വീട്ടിൽ നോക്കാൻ വൈഫ് ഉണ്ടല്ലേ? വൈഫ് ഉണ്ട്. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 39 അല്ലേ? 39. ഓക്കെ, 39 നോക്കാം നമുക്ക്. 39ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ലെറ്റ്സ് സീ. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല. ഓക്കെ, താങ്ക് യു, ബൈ. സോ 39ലും ഗോൾഡ് ഇല്ല. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ഗോൾഡ് ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കി. 14ലില്ല, 17ലില്ല, 21ലില്ല, 22ലില്ല, 39ലില്ല, 44ലില്ല, അതുപോലെ 67ലില്ല. ബാക്കി നമ്പേഴ്സിൽ എവിടേക്കാണ് ഉള്ളത് അത് നമ്മൾ കണ്ടെത്തണം. എന്തായാലും നെക്സ്റ്റ് കോളർ കണ്ടെത്തുമെന്ന് നോക്കാം. ഹലോ ഹായ്. ഹലോ നമസ്കാരം. ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? തൃശ്ശൂരിന്ന്. പേരെന്താണ്? കലാദേവി. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള കലാദേവി ആണോ? അതെ. യെസ്, ഗോട്ട് ഇറ്റ്. സുഖായിട്ടിരിക്കുന്നു? സുഖായിട്ടിരിക്കുന്നു. ഇന്ന് ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 49 അല്ലേ? ഓക്കെ, 49ൽ ഇന്ന് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. സോ ലെറ്റ്സ് സീ. അയ്യോ ഇല്ല കേട്ടോ. ഇല്ല, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് നോക്കാട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. എന്തായാലും നമ്മുടെ സ്ഥിരം കോളേഴ്സ് ആണ് എന്നുള്ളതാണ്. രണ്ടുപേരും മാറി വിളിക്കാറുണ്ട്. വളരെ ജോളിയായിട്ടുള്ള കപ്പിളാണ്. എന്തായാലും ഇത്തവണ കിട്ടിയിട്ടില്ല സാറിന്. നെക്സ്റ്റ് ടൈം നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പം വാട്സപ്പിലും അയച്ച് പരീക്ഷിച്ച് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവരോടും എനിക്ക് അതാ പറയാനുള്ളത്. ഇത്രയും നമ്പേഴ്സ് ഓപ്പൺ ആക്കി, ഇത്രയും കോളേഴ്സ് വന്നു. ഇവരെല്ലാവരും ഉറപ്പായിട്ടും വാട്സപ്പിലും അയക്കുക. ഇവർ മാത്രമല്ല കേട്ടോ, അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും വാട്സപ്പിലൊന്നും അയക്കുക. നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, വാട്സപ്പ് ഉണ്ടാവും, ഉറപ്പായിട്ടും അതെടുത്തൊന്ന് ജസ്റ്റ് അയക്കാം. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം.
ഹലോ ഹായ് ഇതാരാണ്? റസ്മിന. റസ്മിന എന്നാണോ പേര്? ആ ആ ഓക്കെ. റസ്മിനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, ഉപ്പ, സിസ്റ്റർ, ബ്രദർ. ആഹാ. എവിടെയാ സ്ഥലം? ഞാൻ മലപ്പുറം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുക. എഞ്ചിനീയറിംഗിന് പഠിക്കാണ്. റസ്മിനയ്ക്ക് ഇരട്ടപ്പേര് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? റസ്മിന എന്ന് കേട്ടപ്പോ എനിക്ക് രസ്ഗുളാന്ന് ഓർമ്മ വന്നു. അതിപ്പോ ഞാൻ സ്കൂളിലോ കോളേജിലൊക്കെ അങ്ങനെ വിളിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? എന്താ ഞാൻ വിളിക്കലുണ്ട് കോളേജിൽ. ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു വിളിക്കുന്നുണ്ടാവുന്നത്. ഓക്കെ. ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? 56. 56. ഓക്കെ. 56 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 56 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. സോ കിട്ടിയിട്ടില്ല, റസ്മിനയ്ക്കും കിട്ടിയിട്ടില്ല. റസ്മിന 56 പറഞ്ഞു, പക്ഷേ ഇല്ലായിരുന്നു. ഇനി നമുക്ക് നോക്കാം, കുറേ നമ്പേഴ്സ് ഇനി ബാക്കി കിടപ്പുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഗോൾഡ് ഉണ്ടാവും. ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തണം. ചില ആളുകൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, വിളിക്കണോ വേണ്ടതെന്നൊക്കെ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കോൾ ചെയ്യുക, വിളിക്കുക, പറയുക, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? എന്റെ പേര് ബാബു. ബാബു എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. എന്താ ചെയ്യുന്നേ? ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. 2 കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ എത്രാം ക്ലാസ്സിലാ? അവര് ഇവിടെ ഇല്ല, ഇപ്പൊ യൂറോപ്പില നഴ്സിംഗ് പഠിക്കുക. ഓ, 2 പേരും യൂറോപ്പിലാണോ? ഓ, അടിപൊളി. ഒരാൾ പോയതിനു ശേഷം പുറകെ മറ്റേ പോയി, അങ്ങനെയാണോ? ഇല്ല, അവര് ട്വിൻസ് ആയിരുന്നു, അപ്പൊ അവർ ഒരുമിച്ച് പോയി. ഓ, ഒരുമിച്ച് പോയി. അടിപൊളി. എന്തൊക്കെയാണ് പേര്? അഞ്ജന, അനാമിക. ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ? 41 അല്ലേ? 41. ഓക്കെ. 41 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കി കളയാം. ലെറ്റ്സ് സീ. 41 ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടിപൊളി. ഈ 41 പറയാൻ എന്താണ് കാരണം? അല്ല, എനിക്ക് ലക്കി നമ്പർ ആണ് 41. ഓ, ഇന്നും ലക്കിയായി. അടിപൊളി. എന്തായാലും ഇനിയും വിളിക്കുക, വീട്ടിലെല്ലാരും അന്വേഷിച്ചെന്ന് പറയാ. ഓക്കെ, ബൈ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ കിട്ടിയിരിക്കുകയാണ് അല്ലേ. 41 ആണ് പറഞ്ഞത്. സ്വർണ്ണം അതിനകത്തുണ്ടായിരുന്നു. ഇങ്ങനെ സൈഡിൽ ഇതേ ആ 41 ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു സ്വർണ്ണം. പക്ഷേ ഇതുവരെ വിളിച്ച് ആരും കണ്ടെത്തിയില്ല. ചേട്ടൻ മാത്രമാണ് കണ്ടെത്തിയത്. ഇനിയും ഗോൾഡ് ഉണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും അവിടെ എവിടെയൊക്കെയോ ഗോൾഡ് ഉണ്ട്, നിങ്ങളത് കണ്ടെത്തണം എന്നുള്ളതാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിളിച്ചിട്ട് ഒരു ഇഷ്ടമുള്ള ഇതേ ഇപ്പോൾ ചേട്ടൻ ചൂസ് ചെയ്തത് ലക്കി നമ്പറാണ്. ലക്കി നമ്പറിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് പറഞ്ഞു നോക്കും, ചിലപ്പോൾ അതിലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ, എന്തെങ്കിലും നിങ്ങളുടെ ആനിവേഴ്സറി ഡേ, എന്തെങ്കിലും അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള നമ്പർ പറഞ്ഞു നോക്കും, ചിലപ്പോൾ ഉണ്ടാവും. എന്തായാലും നമ്മൾ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹായ് ഇതാരാണ്? നന്ദന. ടിവിയുടെ വോളി ഒന്ന് കുറയ്ക്കോ, എനിക്ക് കേൾക്കുന്നില്ല നേരെ. ഹലോ, നന്ദന എത്രാം ക്ലാസ്സിലാ? 9. നല്ല ക്യൂട്ട് സൗണ്ട് ആണ്. നന്ദന പാട്ട് പാടുവോ? ഇല്ലേ. ട്രൈ ചെയ്യാത്തതാണോ? അല്ല, സാരമില്ല കേട്ടോ. എന്താണ് നന്ദനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ? വായിക്കാൻ ഇഷ്ടമാണ്. അപ്പം ബുക്സ് ഒക്കെ വാങ്ങി തരുമോ അച്ഛൻ വീട്ടില്? അതൊക്കെ വായിക്കുമോ ഇരുന്ന്? ഓ, അടിപൊളി. എന്നും വായിക്കും കുറച്ചെങ്കിലും? ഗുഡ്. ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ, നല്ലൊരു ഹാബിറ്റ് ആണ്. ഏതാണ് നമ്പർ മോളെ സെലക്ട് ചെയ്തത്? 36 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കി കളയാം. ലെറ്റ്സ് സീ. 36 ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് നോക്കാം. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല നന്ദനക്കുട്ടി. ഓക്കെ, ബൈ.
അങ്ങനെ നന്ദന് സാഡായെന്ന് തോന്നുന്നു. നന്ദനെ വിളിച്ചിട്ട് നന്ദനയ്ക്ക് ഒരു എനർജി ഇല്ല. ഇനി വിളിക്കുമ്പോൾ എനർജറ്റിക് ആയിട്ട് സംസാരിക്കണം. കൊച്ചുകുട്ടികൾ വെച്ചാൽ ഭയങ്കര എനർജി അയക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നന്ദനയ്ക്ക് കിട്ടിയില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. വാട്സപ്പിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മോള് കേട്ടോ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? എന്റെ പേര് നവാസ്. നവാസ്, എവിടുന്നാ വിളിക്കുന്നത് നവാസ്? ഞാൻ ഇളമക്കര. ഇളമക്കര, ഇളമക്കര, കൊച്ചി. കൊച്ചി, ഓക്കെ. നവാസ് അല്ലേ, എന്താ ചെയ്യുന്നത് നവാസ്? ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലാണ്. പെയിന്റ് കടയുണ്ട്. പെയിന്റ് കടയുണ്ട്. ഹോസ്പിറ്റലിൽ എന്ത് പറ്റി? സുഖമില്ലാണ്ട് അഡ്മിറ്റ് ആയതാണ്. അഡ്മിറ്റ് ആയോ? എത്ര ദിവസമായിട്ട് അഡ്മിറ്റ് ആയി? 2 ദിവസമായി. 2 ദിവസമായി. ഓ, ഇപ്പൊ ബെറ്റർ ആയോ? ബെറ്റർ ആണ്. ഓക്കെ, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ വൈഫിന്റെ പറയാം. ഞാൻ 2 പ്രാവശ്യം കിട്ടിയിട്ടും ആയിട്ടില്ല. ഇല്ല, ആയിട്ടില്ല അല്ലേ? അപ്പൊ ഇനിയിപ്പോ വൈഫ് പറയട്ടെ. 62. 62 വൈഫ് പറയുന്നത്. ഓക്കെ, 62 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 62. അയ്യോ, ഇല്ല, സാരമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനിയും വിളിക്കണം. ബൈ. ചേട്ടന് കിട്ടിയിട്ടില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും നമുക്ക് വിചാരിക്കാം. ഇത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറി വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പറ്റട്ടെ. സോ യെസ്, ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്കാണ് സമ്മാനം കൊടുക്കാൻ പറ്റിയത്. 41 ആണ് പറഞ്ഞത് അല്ലേ? അവിടെയായിരുന്നു ഒരു ഗോൾഡ് ഉണ്ടായിരുന്നത്. ഇനി എവിടെയായിരിക്കും വെച്ചേക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല, നിങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ 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 ഹലോ, ഇതാരാണ്? ചേട്ടൻ ചെയ്യേണ്ടത് ടിവിയുടെ വോളിയം നന്നായിട്ട് കുറച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിച്ചാലേ നമുക്ക് കറക്റ്റായി സംസാരിക്കാൻ പറ്റും. കുറച്ചോ? ഹലോ, യെസ്, ടിവിയുടെ വോളിയം കുറച്ചെന്ന് വിശ്വസിക്കുന്നു. ചേട്ടാ, എന്താണ് പേര്? വിനോദ് കുമാർ. വിനോദ് കുമാർ, എവിടുന്നാ വിളിക്കുന്നേ? ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്നാണ്. എന്താ ചെയ്യുന്നത് ചേട്ടാ? ഞാൻ ഫർണിച്ചറിന്റെ ബിസിനസ് ആണ്, കടകളിൽ സപ്ലൈ ചെയ്യുവാണ്. സപ്ലൈ ചെയ്യാണ്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട്? വുഡൻ ഫർണിച്ചേഴ്സ് അല്ലേ? വുഡൻ ഫർണിച്ചർ ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ. അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മയുണ്ട് അല്ലേ? വൈഫ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? 70. 70 സെലക്ട് ചെയ്തത്. ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന നമ്പറാണ്. നമുക്ക് നോക്കാം നീ 70 ഗോൾഡ് ഉണ്ടോ എന്നുള്ള കാര്യം. ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല കേട്ടോ. സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ അതെ അതെ, ഇല്ല. അപ്പോ ഇനിയും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ. സോ കിട്ടിയിട്ടില്ല. 70 ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ 41 നമ്മൾ കണ്ടുള്ളൂ. ഇനി ഏതിലായിരിക്കും? ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ആക്കാനുണ്ട് അല്ലേ? എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അത് കണ്ടുപിടിക്കണം. നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ ഒരു തെളിയുന്നുണ്ടാവും ഒരു നമ്പർ അതിലുണ്ട് എന്നിങ്ങനെ ഒരു ഫീൽ, ഇൻറ്റ്യൂഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് പറയണേ. എങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് സ്വർണം കണ്ടെത്തിയിട്ട് വീട്ടിൽ പോവാം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിക്കുക, നിങ്ങളുടെ സമ്മാനം നേടുക. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ഞാൻ സന്ധ്യ മനോജ്. സന്ധ്യ മനോജ് ഫ്രം കോട്ടയം. എന്താ ചെയ്യുന്നത് ചേച്ചി? ഞാൻ വർക്ക് ചെയ്യുന്നു. എവിടെയാണ്? എന്താണ് ജോലി? ടാറ്റയിലെ മോട്ടോഴ്സിൽ. ഇന്ന് അവധിയാണോ? ഇന്ന് അവധിയാ. സൺഡേ അവധിയാണോ? സാറ്റർഡേയോ? സാറ്റർഡേ ഉണ്ട്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചിയുടെ? വീട്ടിൽ ഹസ്ബൻഡ്, 3 ആൺമക്കളാണ്. 3 പേരുണ്ട്. 2 പേര് ഇവിടെ ഉണ്ട്. ഒരാള് വർക്ക് പോയി. ചേട്ടന് ഒരു മീറ്റിംഗ് എറണാകുളത്തിന് പോയി സ്കൂളിൽ നിന്ന്. എല്ലാരും തിരക്കിലാണ്. എല്ലാവർക്കും തിരക്കാണ്. ഓക്കെ, ഏതാണ് നമ്പർ? ഇപ്പൊ പറയാവേ, നോക്കട്ടെ. 55 55 അല്ലേ? നമുക്ക് നോക്കാം 55 ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, സന്ധ്യ ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ 55? അയ്യോ, ഇല്ലല്ലോ. ഇല്ല, സാരമില്ല. വാട്സപ്പിലും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ.
താങ്ക് യു, ബൈ. അപ്പോൾ ചേച്ചി ഫുള്ളി ടി വിയുടെ വോളിയം കൂട്ടി വെച്ചേക്കായിരുന്നു. ചേച്ചിയുടെ സൗണ്ടിനെക്കാളും ടി വിയുടെ സൗണ്ടാണ് ഇവിടെ കേട്ടത്. അപ്പോൾ ഇനി വിളിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ടി വിയുടെ വോളിയം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. പറയാനുള്ളൊരു ഇത് പോലും നിൽക്കാതെ തന്നെ നേരത്തെ തന്നെ ടി വിയുടെ വോളിയം ഒക്കെ കുറച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാം അല്ലേ, സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? എന്റെ പേര് രതീഷ് എന്നാണ്. രതീഷ്, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ പാലക്കാട് നിന്നാണ്. പാലക്കാട് നിന്ന്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് രതീഷ്? വീട്ടിലെ അമ്മ, ചേച്ചി, ചേട്ടന്മാരെല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാനിവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇന്ന് എന്താണ് പരിപാടി സൺഡേ ആയിട്ട്? സൺഡേ ഞങ്ങളുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട്, ആറാട്ട് മഹോത്സവം. അപ്പൊ അവിടെ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ വീട്ടിലിരുന്നു. അപ്പൊ പരിപാടി കണ്ടപ്പോൾ വിളിച്ചതാണ്. ആഹാ, ആറാട്ട് കഴിഞ്ഞു അപ്പൊ അല്ലേ? അതെ അതെ, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തോടെ കഴിഞ്ഞു അല്ലേ ഉത്സവം? അതെ അതെ, സൺഡേ 1-ാം തീയതി ആയിട്ട് ആറാട്ട് പരിപാടി ആയിരുന്നു. കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ? നമ്പർ അല്ലേ? എന്റെ ചേട്ടന്റെ മകനുണ്ട്, അവൻ പറയും നമ്പർ. പറഞ്ഞു നമ്പർ പറഞ്ഞു. 35 മോൻ തന്നെയാണോ സെലക്ട് ചെയ്തത്? അതെ അതെ ആണ്. മോന്റെ പേരെന്നാ? പേര് പറഞ്ഞു ഇഷാൻ. ഇഷാൻ അല്ലേ? 36 അല്ലേ പറഞ്ഞു? 30 ഏതാണ് നമ്പർ ഒന്നുകൂടെ പറയോ? 35 അല്ലേ? നമുക്ക് നോക്കി നോക്കാം 35 ഗോൾഡ് ഉണ്ടോന്നേ. ലെറ്റ്സ് സീ 35 ഗോൾഡ് ഉണ്ടോ നോക്കാം. 35 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല, സാരമില്ല. ഓക്കെ, 35 ഗോൾഡ് ഇല്ലായിരുന്നു. നെക്സ്റ്റ് ടൈം നമുക്ക് ഗോൾഡ് കിട്ടുമെന്ന് വിശ്വസിക്കാം. താങ്ക് യു, ബൈ. സോ 35 ഗോൾഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ വാട്സപ്പിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി ടൈം ഉണ്ട് വാട്സപ്പിൽ അയക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും 8086011443 എന്ന നമ്പറിലോട്ട് അയക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കുറച്ചൊക്കെ ബോക്സുകൾ ക്ലോസ് ആയി. ഇനി കുറേ ബോക്സുകൾ ഓപ്പൺ ആക്കാനുണ്ട്. അവിടെ എവിടേക്കോ ഗോൾഡ് ഉണ്ട്. എല്ലാവരും തന്നെ, അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വാട്സപ്പിലും ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ഷീബ, എവിടെന്നാ വിളിക്കുന്നേ? മലപ്പുറം. ഓക്കെ, ഷീബ എന്താ ചെയ്യുന്നേ? ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്യാണ്. ഓ, സ്വന്തമായിട്ട് ചെയ്യാണോ അതോ വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഉപ്പ, ഉമ്മ, ഞാന്, അനിയത്തി. അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി പഠിക്കുകയാണ്. ഓക്കെ, സോ യെസ്, ഏത് നമ്പറാണ് സെലക്ട് ചെയ്തത്? 12 അല്ലേ? 12 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കിക്കളയാം. ലെറ്റ്സ് സീ 12 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. പിന്നെ 12 ഗോൾഡ് ഇല്ല. അപ്പോൾ ഇനി ഏത് നമ്പേഴ്സിലായിരിക്കും ഗോൾഡ് ഉള്ളത്? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് റോയിൽ കുറേ പോയിട്ടുണ്ട്, സെക്കൻഡ് റോയിൽ കുറച്ചേ പോയിട്ടുള്ളൂ, തേർഡ് റോയിലും കുറച്ചേ പോയിട്ടുള്ളൂ, എല്ലാത്തിലും കുറച്ചേ പോയിട്ടുള്ളൂ. ശരിക്കും ഒട്ടും പോകാതിരിക്കുന്നത് 50 ആ റോ അല്ല, അവിടെയും 2 പോയിട്ടുണ്ട്. എല്ലാത്തിലും കുറച്ച് ഈക്വലി പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഏതിലാണ് ഗോൾഡ് ഇനിയുള്ളത്. നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ഷെജീന. ഷെജീന എവിടെന്നാ വിളിക്കുന്നേ? പത്തനംതിട്ട. എന്താ ചെയ്യുന്ന ഷെജീന? ഹൗസ് വൈഫാണ്. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഹസ്ബൻഡ്, 2 പിള്ളേരുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇനി മുന്നേ വിളിച്ചിട്ടുണ്ടല്ലേ? കോയിൻ അടിച്ചിട്ടുണ്ട്, കോയിനും കിട്ടിയിട്ടുണ്ട്. അടിപൊളി. വീട്ടില് എല്ലാരും ഉണ്ടോ? TV കണ്ടോണ്ടിരിക്കുകയാണോ? ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇത്തവണ സ്വർണം അടിക്കുമോ. ഏതാണ് നമ്പർ? 11. ഓക്കെ, 11 നമുക്ക് നോക്കിക്കളയാം 11 ഉണ്ടോ എന്ന്. ലെറ്റ്സ് സീ. ചേച്ചി ട്രൈ ചെയ്ത് നോക്കൂ, കറക്റ്റ് ആവുമെന്ന്. ബൈ. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും
ട്രൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും 11-ലും ഗോൾഡ് ഇല്ല എന്നുള്ളതാണ്. 41-ൽ മാത്രമാണ് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോ ആണ് കൂടുതലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി എനിക്കൊന്ന് 13-നും കൂടെ ഒരാൾ പറയുമായിരിക്കും. അപ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അല്ലേ. പൊതുവെ ഇങ്ങനെ 2 മാറിയിട്ട് 1 നടുക്കിരിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും എടുക്കാൻ തോന്നും. അതുപോലെ ഏറ്റവും ഫസ്റ്റ് ലാസ്റ്റ് ഇതൊക്കെ എടുക്കാൻ തോന്നും. അങ്ങനെയൊക്കെ ഓരോരോ ഇതുണ്ടല്ലേ. നമുക്ക് തന്നെ നമ്മളാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ണിൽ സ്വർണ്ണമുണ്ടെന്ന് എവിടെ തോന്നുന്നോ അത് വിളിച്ച് പറയുക. ഓക്കെ, സിമ്പിളാണ്. എന്തായാലും നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ ഹലോ, ഇതാരാണ്? പാലക്കാട് രാധ. രാധ, എന്താ ചെയ്യുന്നേ? വീട്ടമ്മയാണ്. വീട്ടിലായിരിക്കും ഞാൻ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, ഓർക്കുന്നു. സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചിക്കും ചേട്ടനും സുഖമാണോ? രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ, ഇന്ന് എന്താണ് സൺഡേ പരിപാടി? സൺഡേ പരിപാടി ഇവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നു. പൂയം, തൈപ്പൂയല്ലേ? ആ, അമ്പലത്തിൽ പോയി എന്താ കാവടിയൊക്കെ ആയിരുന്നിരിക്കും അല്ലേ? കാവടിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? നമ്പർ 90. 90 ഇല്ലല്ലോ. 19 അല്ലേ? ഓക്കെ, 19-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 19 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല, സാരില്ല കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു, ബൈ. 19-ൽ ഗോൾഡ് ഇല്ലായിരുന്നു. അപ്പോൾ ചേച്ചി വിഷമിക്കേണ്ട, വാട്സപ്പിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും വിളിച്ചവരും വിളിച്ചിട്ട് കിട്ടാത്തവരും എല്ലാവരും വാട്സപ്പിൽ ഒന്ന് ട്രൈ ചെയ്യുക. 8086011443 എന്ന നമ്പറിൽ നിങ്ങൾ 12:45 വരെ മാത്രമേ സമയമുള്ളൂ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. ഒറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. ഒന്നിൽ കൂടുതൽ അയച്ചാൽ ഡിസ്ക്വാളിഫൈ ആവും. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? രംഗരാജൻ. ഓക്കെ, എന്താ ചെയ്യുന്നത് രംഗരാജൻ? ഇപ്പം പണിയൊന്നും ഇല്ല, ഇച്ചിരി പ്രായമുള്ള ഒരാളാ. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേട്ടന്റെ? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോള് വൈഫ് മരിച്ചുപോയി. മോളുണ്ടായിരുന്നു. മോളെ അവളുടെ അമ്മായിമ്മയ്ക്ക് സുഖമില്ലാതെ അവരുടെ വീട്ടിലോട്ട് പോയി. അങ്ങോട്ട് പോയിരിക്കുക അല്ലേ? ഓക്കെ ഓക്കെ. നമ്പർ സെലക്ട് ചെയ്തോ ചേട്ടൻ? 32. 32. ഓക്കെ, 32-ൽ ഗോൾഡ് ഉണ്ടോ രംഗരാജൻ ചേട്ടൻ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ ഉണ്ടോന്ന്. 32 ഓപ്പൺ ആക്കാം. അയ്യോ ഇല്ല കേട്ടോ ചേട്ടാ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, ബൈ. സോ നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് വന്നാലോ? ഇനി ACV സ്വർണ്ണവർഷത്ത് ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ACV സ്വർണ്ണവർഷം. യെസ്, ACV സ്വർണ്ണവർഷത്തിൽ നമ്മൾ ഇതുവരെ നോക്കുമ്പോൾ നമുക്ക് ഒരു വിന്നറിനെ കിട്ടി. 41 ആണ് പറഞ്ഞത്, അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇനിയും വിന്നേഴ്സിനെ വേണം. നമുക്ക് നോക്കാം നെക്സ്റ്റ് കോളർ ഏത് നമ്പറാണ് പറയാൻ പോകുന്നതെന്ന്. ഹലോ, ഹായ്. ഹലോ, ഇതാരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇതാരാണ്? എന്റെ പേര് ഷഫ്സാന. ഷംസാനയാണോ ഷഫ്സാനയാണോ? ഫർസാന. ഓക്കെ, ഫർസാന എവിടുന്നാ വിളിക്കുന്നത്? ഫർസാന പൂവാർ അല്ലേ? ഓക്കെ, എന്താ ചെയ്യുന്ന ഫർസാന? +2 ആണോ? +2 അല്ലേ? ഓക്കെ, എന്താണ് ഒരു എനർജി ഇല്ലാത്തത് ഫർസാനയ്ക്ക്? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ചുമ്മാ സംസാരിക്കല്ലേ അല്ലേ ഫോൺ വഴി. ഒരു പേടിയുടെ ആവശ്യമില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഫർസാനയുടെ? അമ്മ, അച്ഛൻ, അനിയൻ. അനിയൻ എത്രാം ക്ലാസ്സിലാ? അനിയൻ 8ാം ക്ലാസ്സിൽ. എന്താ പേര് അനിയന്റെ? ഫർഹാനും ഫർസാനയും. കൊള്ളാം, അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ ഇന്ന് ചൂസ് ചെയ്തത്? 47 അല്ലേ? 47. ഓക്കെ, 47 ചൂസ് ചെയ്യാൻ എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ ഉണ്ടോ?
എന്തോ ചുമ്മാ അങ്ങ് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് ഒരു നമ്പർ പറഞ്ഞു അല്ലേ? നമുക്ക് നോക്കാം 47 ഗോൾഡ് ഉണ്ടോന്ന്. അയ്യോ ഇല്ലല്ലോ. സാരില്ല കേട്ടോ. ഓക്കെ ബൈ. സോ ഫർസാനയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതി, ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ എനർജറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുക. നമുക്ക് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ നമ്പറൊക്കെ നോക്കി പോയാൽ പോരെ ഇല്ലേ? ടെൻഷൻ അടിക്കുമ്പോഴേക്കും എനിക്കും കൂടെ അയ്യോ ടെൻഷനാണോ എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ നമ്പേഴ്സ് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അല്ലേ? കാണാൻ ഒരു ഭംഗിയുണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി. ചിലത് ഓപ്പൺ ഇല്ല, ചിലത് ഓപ്പൺ ആണ്. അങ്ങനെ എന്തായാലും നമ്മൾ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ, ഹായ്, ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഹലോ, പേരെന്താണ്? സതികുമാരി ചേച്ചി. ആ ടിവിയുടെ വോളിയം ഒന്ന് ഇങ്ങനെ കുറച്ച് വെച്ചേ, കാര്യം എനിക്ക് എന്റെ സൗണ്ട് മാത്രം കേൾക്കാം അവിടുന്ന്. കുറച്ചോ? ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത് ചേച്ചി? എവിടുന്നാ വിളിക്കുന്നേ? ചെങ്കൽ. ഓക്കെ. ആഹാ, ഓക്കെ. ഇന്ന് എന്താണ് സൺഡേ പരിപാടികൾ? കൊച്ചുമോളുടെ ബർത്ത്ഡേ. എത്രയായി കൊച്ചുമോള്? 8 വയസ്സ്. ഇന്ന് ബർത്ത്ഡേ ചെറിയ രീതി പാർട്ടി ഉണ്ടോ അതോ കേക്ക് കട്ടിംഗ് മാത്രമേ ഉള്ളോ? കേക്ക് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. എന്താണ് പേര് കൊച്ചുമോളുടെ? അവന്തിക. വീട്ടിലുണ്ടോ? TV കാണുന്നുണ്ടോ അവന്തിക കുട്ടി? വീട്ടിലുണ്ട്. ഉണ്ട്. കാണുന്നുണ്ടോ ഇപ്പൊ അവന്തിക? ഇല്ല. ഇല്ലേ? എന്തായാലും അവന്തികയോട് എന്റെ ഒരു ബർത്ത്ഡേ വിഷ്. പുറത്ത് ചേട്ടന്റെ കൂടെ കളിക്കുന്നു. ആണോ? എന്റെ ബർത്ത്ഡേ വിഷ് പറയണം കേട്ടോ അവന്തിക കുട്ടിയോട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണം കേട്ടോ. ഓക്കെ. നമ്പർ സെലക്ട് ചെയ്തോ? 61. 61 അല്ലേ? ഓക്കെ. 61 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 61 ഇങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ട്. അയ്യോ ഇല്ല കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ, നേരത്തെ 41 നമുക്ക് ഗോൾഡ് ഉണ്ടായിരുന്നു, പക്ഷെ 61 ഗോൾഡ് ഇല്ല. നമ്മൾ നോക്കുമ്പോൾ കുറേ ആ ഏരിയയിൽ തന്നെ കുറേ നമ്പേഴ്സ് പോയിട്ടുണ്ട്, പക്ഷെ അതിലൊരു 41 മാത്രമേ നമുക്ക് ഗോൾഡ് കിട്ടിയിട്ടുള്ളൂ. പിന്നെയും കുറേ നമ്പേഴ്സ് പോയി, അവിടെ ഒന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇനി കണ്ടെത്തണം എന്നുള്ളതാണ്. ഇനി കോളിലൂടെയാണോ ഇനി വാട്സപ്പ് വിന്നറിലൂടെയാണോ നമുക്കത് കണ്ടെത്താൻ പറ്റുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ലെറ്റ്സ് സീ. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇതാരാണ്? പ്രശാന്ത്. എവിടുന്നാ വിളിക്കുന്നത് പ്രശാന്ത്? ആഹാ, എന്താ ചെയ്യുന്നേ? ഡ്രൈവർ ആണല്ലേ? എന്താ ഓടിക്കുന്നേ? കാറാണോ? ഡ്രൈവർ അല്ല, പ്രൈവറ്റ് ജോബാണ്. മിൽക്കി മിസ്റ്റിന്റെ കമ്പനിയിലാണ്. ഓക്കെ, പ്രൈവറ്റ് ജോബ് ആണെന്നല്ലേ പറഞ്ഞേ? ഓക്കെ, മിൽക്കി മിസ്റ്റിന്റെ കമ്പനിയിലാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഭാര്യയും കുഞ്ഞും. കുഞ്ഞ് എത്രയായി? 2.5 വയസ്സ്. ഓക്കെ. വീട്ടിലാണോ? എല്ലാരും ഉണ്ടോ ഇപ്പോ? എല്ലാരും ഉണ്ട്. ഓക്കെ. ഏതാണ് നമ്പർ? എത്രയാണ്? 50? കേക്കുന്നില്ല, ഒരിക്കൽ കൂടി പറയോ? 58. 58. ഓക്കെ, ലെറ്റ്സ് സീ. 58 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 58 ഇവിടെ ഇരിപ്പുണ്ട്. 58 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. ഓക്കെ. കുഞ്ഞിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം. ഓക്കെ ബൈ. ബഹളം വെക്കുകയാണ് കേട്ടോ കുഞ്ഞ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ 58 ഗോൾഡ് ഇല്ല. ഇനി ഏതിലാണ് ഗോൾഡ് ഉള്ളത്? ഇപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷൻ അല്ലേ, എവിടെ നിന്ന് എടുക്കണമെന്ന്. കുറേ ഇങ്ങനെ മിക്സായി ഓപ്പണായി ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി എവിടേക്കോ ഗോൾഡ് ഇരിപ്പുണ്ട്, നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. പിന്നെ അറിയാലോ, സ്വർണ്ണമാണ് നമ്മുടെ സമ്മാനം. സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇതാരാണ്? എന്താണ് പേര്? ധീരജ്. എവിടെന്നാ വിളിക്കുന്നത് ധീരജ്? പഴന്തോട്ടം. എത്രാം ക്ലാസ്സിലാ ധീരജ്? സൂരജിന്റെ അനിയൻ ധീരജോ? എനിക്ക് വയ്യ. ധീരജ് എത്രാം ക്ലാസ്സിലാ? 4. സൂരജ് എത്രാം ക്ലാസ്സിലാ?
8ല്. സൂരജ് അടുത്ത് എപ്പോ ഉണ്ടല്ലേ? സൂരജ് പറഞ്ഞല്ലേ സൂരജിന്റെ അനിയൻ ധീരജാന്ന് അങ്ങോട്ട് പറയേ എന്ന് അല്ലേ? ഹലോ, ഇനി മുന്നേ വിളിച്ചിട്ടുണ്ടോ സൂരജ്? ഇനി മുന്നേ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ ഓർക്കുന്നു സൂരജ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റാ. പാട്ട് പാടുവോ? ഇല്ല, ധീരജും പാടില്ല സൂരജും പാടില്ല. ശേ, അത് കഷ്ടമായി പോയല്ലോ. നിങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് ഏതാണ്? സ്പോർട്സ് ഇഷ്ടമാണോ? സ്പോർട്സ് ഏതാണ് ഇഷ്ടം? കരാട്ടെയാണ് ഇഷ്ടം. രണ്ടുപേരും കരാട്ടെ പഠിക്കാൻ പോകുന്നുണ്ടോ? എന്നിട്ട് പ്രാക്ടീസ് വീട്ടിൽ വന്ന് അടി കൂടുവോ? വീട്ടിൽ വന്ന് പ്രയോഗിക്കില്ലല്ലോ അതൊന്നും. കരാട്ടെ ആണല്ലേ സ്പോർട്സ് ഐറ്റം അല്ലേ? അത് മാർഷ്യൽ ആർട്സ് അല്ലേ? സ്പോർട്സിൽ വരില്ലല്ലോ. ക്രിക്കറ്റ് ഇഷ്ടമാണോ? കളിക്കും. എനിക്ക് വയ്യ. രണ്ടുപേരും ഒരുമിച്ചാണോ പോണേ ഇതിനൊക്കെ? അടിപൊളി അടിപൊളി. നിങ്ങൾ നല്ല കമ്പനിയാണോ? ഫ്രണ്ട്സ് ആണോ? അത് എപ്പോഴും അടിയാണോ? ആണോ? എന്തിനാ അടി കൂടുന്നത് നിങ്ങൾ മെയിൻ ആയിട്ട്? ചെറുതായിട്ടൊക്കെ അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഏത് ബെൽറ്റ് കിട്ടി കരാട്ടക്കാർക്ക്? ഓറഞ്ച് ബെൽറ്റ് കിട്ടി. രണ്ടുപേർക്കും അടുത്ത ആഴ്ച ഗ്രീൻ ബെൽറ്റിന്റെ ടെസ്റ്റാ. ഗ്രേഡിംഗ് ആണല്ലേ? പോളി പോളി പോളി. അപ്പൊ അതും കൂടെ കിട്ടട്ടെ പെട്ടെന്ന് തന്നെ. ഓക്കെ, ഏതാണ് നമ്പർ മോനെ സെലക്ട് ചെയ്തത്? 51. ഓക്കെ, 51. ലെറ്റ്സ് സീ 51ൽ ഗോൾഡ് ഉണ്ടോന്ന്. 41ൽ ഗോൾഡ് ഉണ്ടായിരുന്നു ഇതിനു മുന്നേ. 51ൽ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം കിട്ടും. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, ധീരജനും സൂരജനും കിട്ടിയിട്ടില്ല. നല്ല പേരല്ലേ, ഒരുപോലെ ഉണ്ട് രണ്ടും. കറക്റ്റ് അനിയനും ചേട്ടനും ഇടാൻ പറ്റിയ പേരാണ്. പിന്നെ എൻ്റെ അനിയൻ്റെ പേരും സൂരജ് എന്നാണ്. ഓക്കെ, സോ ആ സൂരജാണോ ഇനി വിളിച്ചത്? ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഓക്കെ, സോ ഇപ്പം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 41ൽ ഗോൾഡ് ഉണ്ടായിരുന്നു. ഏകദേശം ആ ഒരു കോളം, ആ ഒരു സൈഡ് ഫുൾ അങ്ങ് പോയി എന്നുള്ളതാണ്. 31 കൂടി ഇനി പോകാനുള്ളൂ. എന്തായാലും എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ്. ഓരോ ദിവസം ഇങ്ങനെ കുറച്ച് ഒരുപോലെയൊക്കെ ചിന്തിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ഒരു ഇത് കാണുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, വാട്സപ്പിൽ അയക്കാനുള്ള സമയം കഴിയുകയാണ്. ഏകദേശം കഴിയുകയാണെങ്കിൽ 1 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. പെട്ടെന്ന് അയച്ചോ, അയക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് അയച്ചോ. 1 മിനിറ്റിൽ അയക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കണേ. പേരെന്താണ്? പേര് ആദിഷ്. ആദിഷ് എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ തൃശ്ശൂര്. എന്താ ചെയ്യുന്ന ആദിഷ്? ഞാൻ PG പഠിക്കുക. ഓക്കെ, എന്തിന്റെ PG ആണ്? ഞാൻ എൻവയോൺമെന്റൽ സയൻസ് പഠിക്കുക. എൻവയോൺമെന്റൽ സയൻസിൽ PG എടുത്തല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? ഏത് ഫീൽഡിലോട്ടായിരിക്കും പോകുന്നത് കരിയറൊക്കെ? അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടില്ല. PG കഴിയുമ്പോ നല്ലത് നോക്കും. അത് നോക്കും. അല്ല, ടീച്ചിങ് ആണോ അല്ല വേറെ റിസർച്ച് ആണോ? ടീച്ചിങ്ങിലോട്ട് മാറാൻ താല്പര്യമാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്നതാണോ കോളേജിൽ പഠിപ്പിക്കുന്നതാണോ ഇഷ്ടം? കോളേജിൽ പഠിപ്പിക്കാനാണ് ഇഷ്ടം. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്തോ നമ്പർ പറയാനാണോ പറഞ്ഞത്? വീട്ടിൽ ആരൊക്കെയാ ഉള്ളതെന്ന്? വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ. 3 പേരാണല്ലേ നിങ്ങള്? ഓക്കെ. ഏതാണ് നമ്പർ? 69 ആണോ 59 ആണോ? 69. 69. ഓക്കെ, 69ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, നോക്കട്ടെ. അയ്യോ, ഇല്ല. സാരല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. സോ ഇപ്പോൾ വാട്സപ്പിൻ്റെ ടൈം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇനി വാട്സപ്പിൽ അയക്കേണ്ട കാര്യം. വാട്സപ്പിൽ ഇനി അയച്ചിട്ട് ഒരു കാര്യമില്ല. ഇതുവരെ അയച്ചവരിൽ നിന്നായിരിക്കും വാട്സപ്പിൽ വിന്നർ ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ ഇനിയും ഉണ്ട് 15 മിനിറ്റ്സ്. അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ കോൾ ചെയ്യുക. നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്പർ ഇവിടെ ഓപ്പൺ ആക്കണം. കുറേ നമ്പേഴ്സ് ഉണ്ട് ഇനി ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നെക്സ്റ്റ് കോളർ ഏത് നമ്പറാണ് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഹലോ. ഹായ്, ഇതാരാണ്? ഞാൻ സലീന. സലീന എവിടുന്നാ വിളിക്കുന്നേ?
തുറവൂര്. ഓക്കെ. സലീന എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡ്, മക്കള്, ഹസ്ബൻഡിന്റെ ഉമ്മ. ഓക്കെ. ഹസ്ബൻഡും മക്കളും മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാള് 7th പഠിക്കുന്നു, ഒരാള് 5th പഠിക്കുന്നു. ഓക്കെ. രണ്ടുപേരും ഉണ്ടോ വീട്ടില്? ഒരാളുണ്ട്, ഒരാള് അപ്പുറത്തെ വീട്ടില് കുടുംബത്ത് ഇരിക്കുന്ന. കുടുംബത്ത് പോയിരിക്കുന്നു. ഏതാണ് നമ്പർ ചേച്ചി സെലക്ട് ചെയ്തേ? നമ്പര് നോക്കട്ടെ, നമ്പർ ഒരു 16. 16. ഓക്കെ. 16 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം അല്ലേ? ഗോൾഡ് ഉണ്ടോ 16 16 വേണം, 15 വേണം. ഉറപ്പിച്ചോ? അല്ലെ 15. 15. ഓക്കെ. 15 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. അയ്യോ ഇല്ലോ, ഇല്ല കേട്ടോ. ഓക്കെ 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 ഓക്കെ. സാരമില്ല. താങ്ക് യു. ബൈ. ഓക്കെ. സോ 15 16 എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് 15 പറഞ്ഞു. 16 ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല, അതോ വേറെ നമ്പേഴ്സിലാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം നെക്സ്റ്റ് കോളർ ഇനി കറക്റ്റായിട്ട് കണ്ടുപിടിക്കുമോ എന്ന്. കോളർ റെഡി ആണോ എന്നറിയില്ല. ഹലോ, കോൾ റെഡി ആകുന്നതേ ഉള്ളൂ. സോ എന്നോടൊപ്പം പറയാനുള്ളത്, നമുക്കിപ്പോൾ 41 ഒരാൾക്ക് ഗോൾഡ് കൊടുക്കാൻ കഴിഞ്ഞത്. അതിനകത്ത് ഗോൾഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇനിയും ഗോൾഡുകൾ ഉണ്ട്. ഇനി വാട്സപ്പിൽ ഓൾറെഡി ആരെങ്കിലുമൊക്കെ അയച്ച നമ്പർ ആണോ എന്നറിയില്ല, പക്ഷേ ആ നമ്പറും ഇപ്പോൾ ആരെങ്കിലും കോളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാട്സപ്പിൽ വിന്നറിന് പോവില്ല, കോളിലൂടെ ഉള്ള വിന്നറിനെ പോവുള്ളൂ. അതാണ് ആ കോളിൻ്റെ പവർ എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് നമുക്ക് പോവാം. ഹലോ. അയ്യോ ആയിട്ടില്ല. സോ യെസ്, അപ്പോൾ ഇനി നിങ്ങൾക്ക് ആകെയുള്ള ടൈം എന്ന് പറയുന്നത് കോളിലൂടെ മാത്രം വിളിക്കാനാണ്. സോ യെസ്, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ 20 ആ റോയിൽ കണ്ടോ, ഒരുപാട് നമ്പേഴ്സ് ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മുടെ കോളറിലോട്ട് പോകാം. ഹലോ. ഹലോ. ഹലോ, നമസ്കാരം. ധാരാണ്? രാധാകൃഷ്ണൻ, പാലക്കാട്. രാധാകൃഷ്ണൻ, പാലക്കാട് അല്ലേ? ഓക്കെ. എന്താ ചെയ്യുന്നത് രാധാകൃഷ്ണൻ? റിട്ടയർഡ് മാൻ ആണ്. റിട്ടയർഡ് മാൻ ആണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വൈഫ് മാത്രമേ ഉള്ളൂ ഇവിടെ. മക്കളില്ല ഇവിടെ. മക്കളില്ല, വൈഫ് മാത്രമേ ഉള്ളൂ. ഓക്കെ. മക്കളൊക്കെ ദൂരെയാണോ? അതെ അതെ. എവിടെയാണ്? ഒരാള് പൂനെയിലും ഒരാള് സിഡ്നിയിലും. സിഡ്നിയിലും. ഓക്കെ. ഏതാണ് നമ്പർ? നമ്പർ 16 അല്ലേ? 16 ഗോൾഡ് ഉണ്ടോ നോക്കാം. നേരത്തെ ഒരു ചേച്ചി 16 പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ച് 15 ഓപ്പൺ ആക്കി. ഇപ്പൊ ചേട്ടൻ 16 പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി 16 ഗോൾഡ് ഉണ്ടോന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. 16. അയ്യോ, 16 ഗോൾഡ് ഇല്ല. ഓക്കെ ഓക്കെ ഏട്ടാ, സാരമില്ല. താങ്ക് യു, ബൈ. സോ ആ ഒരു കൺഫ്യൂഷൻ ചേട്ടനും വന്നു എന്നുള്ളതാണ്. തൊട്ട് മുന്നത്തെ കോളർ 16 ഉണ്ടായിരുന്നിരിക്കോ, അപ്പോൾ ചേട്ടൻ 16 പറയാൻ തീരുമാനിച്ചു, പക്ഷെ 16 ഇല്ല, വേറെ ഏതോ നമ്പറിലാണ് ഗോൾഡ് ഉള്ളത്. സാരമില്ല, നമുക്കിനി നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സോ യെസ്, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത കോളറിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഓൾമോസ്റ്റ് കുറേ ഓപ്പൺ ആക്കി, ഇനി കുറച്ച് ഓപ്പൺ ആക്കാൻ ബാക്കിയുള്ളൂ. അതിലൊരു നമ്പറിൽ നിന്നായിരിക്കും നമുക്കറിയാം ഇനിയുള്ള ഗോൾഡ് കിട്ടാൻ പോകുന്നത്. അതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോകാം. ഹലോ. ഹലോ, ഹായ്, ഇതാരാണ്? ഇത് കോഴിക്കോട് തന്നെ. കോഴിക്കോട് തന്നെ. പേരെന്താണ്? പേര് ശാന്തി. ശാന്തി. ഓക്കെ, ശാന്തിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡും മോനും. ശാന്തി വർക്ക് ചെയ്യാണോ, ഹൗസ് വൈഫ് ആണോ? അല്ല, വർക്കൊന്നുമില്ല, ഹൗസ് വൈഫാ. മോന് എന്താ ചെയ്യുന്നേ? മോന് സ്കൂളിലാണ്. എത്രാം ക്ലാസ്സിലാ? 6ാം ക്ലാസ്സിലാ. 6ാം ക്ലാസ്സിലാണ്. ഓക്കെ, നമ്പർ സെലക്ട് ചെയ്തോ? നമ്പർ സെലക്ട് ചെയ്തോ? പെട്ടെന്ന് പറയോ. 31 അല്ലേ? 31. ഓക്കെ, 31 നമുക്ക് ഓപ്പൺ ആക്കാം. യെസ്, 31 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല. സാരമില്ല കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ശരിക്കും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 41 ഉണ്ടായിരുന്നു, പക്ഷേ വേറെ ഒന്നിലുമില്ല. എല്ലാവരും പക്ഷേ അത് ഓപ്പൺ ആക്കി. അതൊരു എനിക്കൊന്ന് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ഒരു സൈക്കോളജിക്കൽ കണക്ഷൻ ആയിരിക്കും അല്ലേ, ഇങ്ങനെ ആ ഒരു എടുക്കാനുള്ള ഒരു ട്രെൻഡ് വരിക എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും സാരമില്ല, നമുക്ക് നെക്സ്റ്റ് കോളറിന് കിട്ടുമോ എന്നുള്ള കാര്യം നോക്കാം. നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ.
ഹലോ ഹലോ, ആരാണിത്? സ്മിത. സ്മിത ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത് സ്മിത? കോട്ടയം. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് സ്മിതയുടെ? വീട്ടില് എനിക്കൊരു മോളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ആഹാ, മോള് എന്ത് ചെയ്യുന്നു? അവള് 8th സ്റ്റാൻഡേർഡില്. 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എന്താ പേര് മോളുടെ പേരെന്താ? കൃഷ്ണേന്ദു. ഓക്കെ. അപ്പോ ചേച്ചി ഇന്നെന്താ പരിപാടി? സൺഡേ ആയിട്ട് പരിപാടിയൊന്നുമില്ല, വീട്ടിൽ ചുമ്മാ ഇരിക്കണം. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ന് എനിക്ക് ഓഫ് ആയിരുന്നു. ആണോ? എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാൻ ബിലീവിയേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ല. ഓക്കെ. നേഴ്സ് ആണോ അതോ? അല്ല, ഞാൻ ബുക്കിംഗ് സെക്ഷനില്ല. ആഹാ, ഓക്കെ. ഏതാണ് നമ്പർ ചേച്ചി? നമ്പർ 46. 46 അല്ലേ? 46. ഓക്കെ. 46 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 46 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ ഇല്ല, 46 ഇല്ല. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. കൃഷ്ണേന്ദുവിനെ അന്വേഷിച്ചെന്ന് പറയണം. ടാറ്റാ. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടില്ല, സ്വർണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി ആർക്കാണ് കിട്ടാൻ പോകുന്നത് അല്ലേ? ഏറ്റവും ലാസ്റ്റ് കോളേഴ്സിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കോളറിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന കോളേഴ്സിന് കിട്ടിയാലേ കോളറിലൂടെ കിട്ടും. ഇല്ലെങ്കിൽ വാട്സപ്പിൽ ആരെങ്കിലും കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ടാവും. എന്നാൽ വാട്സപ്പിലൂടെ നമുക്ക് വിന്നറിനെ കിട്ടും. എന്തായാലും കഴിയാറായി. ബാക്കി ഗോൾഡ് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എവിടെ ഇരിക്കുന്നതെന്ന്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളർ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഹലോ, ഹായ്. ഹലോ, ACV സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, ഇതാരാണ്? ഉത്തമൻ കണ്ണൂര്. വേഗം ടിവിയുടെ വോളി ഒന്ന് കുറച്ച് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണേ. ഓക്കെ. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഭാര്യ, മക്കള് എല്ലാരും ഉണ്ട്. എല്ലാരും വീട്ടിൽ ഉണ്ടോ ഇന്ന്? ഉണ്ട്. ഓക്കെ, ഏതാണ് നമ്പർ ചേട്ടാ? നമ്പറാ? നമ്പർ പെട്ടെന്ന് പറയണേ. 68. 68 അല്ലേ? 68 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 68 അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് തോന്നും. ഞാനാണെങ്കിൽ പോലും സെലക്ട് ചെയ്യും. നമുക്ക് നോക്കാം 68 ഇനി ഗോൾഡ് ഉണ്ടോ എന്ന്. ലെറ്റ്സ് സീ. അയ്യോ ഇല്ലല്ലോ, സാരില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ, ബൈ. ഉത്തമൻ ചേട്ടനും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമ്പേഴ്സ് നമ്മൾ ഓപ്പൺ ആക്കി. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് കോളർ. അപ്പോൾ ഇതിൽ ഒരാൾക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 41 ഗോൾഡ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് വാട്സപ്പിൽ വിന്നർ ഉണ്ടോ എന്ന് നോക്കാം. വാട്സപ്പിൽ 2 വിന്നേഴ്സ് ആണുള്ളത്. ആദ്യത്തെ വിന്നർ ശ്രീവിദ്യ ആണ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് ശ്രീവിദ്യ. 59 ശ്രീവിദ്യ പറഞ്ഞിരിക്കുന്ന നമ്പർ. നമുക്ക് പക്ഷെ ഓപ്പൺ ആക്കി നോക്കണം. 59 ഗോൾഡ് ഉണ്ടോ എന്നൊക്കെ. എന്തായാലും 58 വരെ ഓപ്പൺ ആക്കിയതാണ്. 59. ലെറ്റ്സ് സീ. അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. സോ ഇനി ആരാണ് വിന്നർ എന്നറിയണ്ടേ? മലപ്പുറത്ത് നിന്നുള്ള നസീബയാണ് അടുത്ത നമ്പർ പറഞ്ഞത്. 27 ആണ് പറഞ്ഞിരിക്കുന്ന നമ്പർ. 27 നമുക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. യെസ്, 27 ഓപ്പൺ ആക്കുമ്പോൾ ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അങ്ങനെ നമുക്ക് 3 വിന്നേഴ്സിനെയാണ് ഇന്ന് കിട്ടിയത്. ഒരാൾ കോളിലൂടെയും 2 പേര് വാട്സപ്പിലൂടെയുമാണ് വിൻ ചെയ്തിരിക്കുന്നത്. വിന്നേഴ്സിന് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് ശിൽപ സൈനിങ് ഓഫ്.